മുതുകുളം പാണ്ഡവർകാവ് ജയദുർഗ വാദ്യകലാക്ഷേത്രത്തിലെ 21 വിദ്യാർത്ഥികൾ പഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. അരങ്ങേറ്റത്തിനോടനുബന്ധിച്ച് മുതുകുളം പാണ്ഡവർകാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ നടന്ന സമ്മേളനം വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. മുതുകുളം പാണ്ഡവർകാവ് ജയദുർഗ വാദ്യകലാക്ഷേത്രത്തിലെ 21 വിദ്യാർത്ഥികൾ പഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. അരങ്ങേറ്റത്തിനോടനുബന്ധിച്ച് മുതുകുളം പാണ്ഡവർകാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ നടന്ന സമ്മേളനം വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചാരി ഒന്നാം കാലം 96 അക്ഷരങ്ങളാണ് പറഞ്ഞത്. 12 ചെമ്പടവട്ടം. സ്വതവേ സംഗീതം ചതുരശ്ര നടയാണ്. സംഗീതം മുതൽ 64 കലകളുടെയും ശബ്ദകൂടെ. ചതുരശ്ര നടയാണ് 4 അക്ഷരം. പക്ഷേ സംഗീതത്തിലാവുമ്പോൾ അത് ആദി താളെന്നൊരു ചെമ്പടോട്ടൊക്കെ ആദി താളം 8 അക്ഷരത്തിലാണെന്ന് പറയില്ല. ഞങ്ങളുടെ ഭാഷയിലും പൊട്ടു ഭാഷയിലും പറയുകയാണെങ്കിൽ ചെമ്പടോട്ടെന്നായിട്ടാണ് പറയുക 8 അക്ഷരം. പക്ഷേ ഈ 8 അക്ഷരം തുടങ്ങുമ്പോൾ ആദ്യം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് 9 അക്ഷരം. പക്ഷെ ആദ്യം ഞങ്ങളെല്ലാം സർവ്വലഘുവും എന്ന് വെച്ചാൽ 0 നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ 1 0 അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുക. 0 1. അപ്പോൾ സ്വതവേ സംഗീതത്തിൽ പറഞ്ഞിട്ട് ഞാൻ സംഗീത പാഠാവലി നോക്കിയ സമയത്ത് ആ താളത്തിൻ്റെ ആദ്യ അക്ഷരവും അവസാനവും അന്ത്യമാണെന്നൊരു വാക്കുണ്ട്. അപ്പോൾ ആദ്യവും അവസാനവും 1. മുതുകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാൽ മാളവ്യ അധ്യക്ഷനായി. നമ്മുടെ നാട്, ഞങ്ങളുടെ ഗ്രാമം കലാകാരന്മാരാൽ സന്തോഷിക്കുന്നു. അവിടെ പാണ്ഡവർകാവ് മുമ്പിൽ ഈ വാദ്യമേളങ്ങൾ ആധുനിക തലമുറയിലുള്ള കൊച്ചുകുട്ടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രിയപ്പെട്ട ജയകൃഷ്ണന്റെ ശിക്ഷണത്തിൽ കൃത്യമായ ക്ലാസ്സിൽ പങ്കെടുക്കുകയും പരിശീലനം നേടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 21 പേർ അരങ്ങേറ്റം. ക്ഷേത്രം തന്ത്രി കിഴക്കേ പുല്ലാംവഴി തുപ്പൻ നമ്പൂതിരി ഭദ്രദീപ പ്രോജ്വലനം നിർവഹിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇന്നിപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് കുട്ടികളുടെ അരങ്ങേറ്റമാണ്. അരങ്ങേറ്റത്തിൽ അവർ ദക്ഷിണ വെച്ച് അനുഗ്രഹം ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഏതൊരു കുട്ടി അരങ്ങേറ്റം തുടങ്ങുക. അപ്പോൾ ഒരു ഗുരുനാഥൻ ഉണ്ടാവും. ആ ഗുരുനാഥനെ പഠിപ്പിച്ചതായിട്ടുള്ള പരമഗുരുനാഥൻ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരു പരമേഷ്ഠി ഗുരുനാഥൻ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു പരമഗുരുവിൻ്റെ സ്ഥാനത്ത് നമ്മുടെ കല്ലൂരാശാൻ ഇവിടെ ഉണ്ട്. ഇത്ര മഹത്തരമായ ഒരു വേദിയാണെന്ന് ഞാനിവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. ഒരുപാട് സന്തോഷം. ജയദുർഗ വാദ്യകലാക്ഷേത്രം 6 വർഷമായിട്ട് ഇവിടെ നടക്കുന്നതാണ്. അപ്പം ഈ വർഷം 21 കുഞ്ഞുങ്ങളാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. ആ 21 പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പി ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചലച്ചിത്ര നടി രശ്മി അനിൽ, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ അനുദീപ്, വൈക്കം ക്ഷേത്ര കലാപീഠം റിട്ടയർഡ് പ്രൊഫസർ കുമ്മത്ത് രാമൻകുട്ടി നായർ, റിട്ടയർഡ് SGO പ്രകാശ്, അനുഷ്ഠാനം ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതി വൈസ് പ്രസിഡന്റ് ഡോക്ടർ KP വിജയലക്ഷ്മി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ജയദുർഗ വാദ്യ കലാക്ഷേത്രത്തിലെ ഗുരുനാഥന്മാരായ അജിത് കൽഹാരത്തിനെയും ഏവൂർ ജയകൃഷ്ണനെയും ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതി അനുഷ്ഠാനത്തിനു വേണ്ടി വർക്കിംഗ് പ്രസിഡന്റ് H പരമേശ്വരൻ നായരും വൈസ് പ്രസിഡന്റ് ഡോക്ടർ KP വിജയലക്ഷ്മിയും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. മുതുകുളം ഗജപ്രിയ ആനപ്രേമി സംഘം വാദ്യ കലാക്ഷേത്രത്തിലെ ഗുരുനാഥന്മാർക്ക് മൊമെന്റോ നൽകി ആദരവ് അർപ്പിച്ചു. അരങ്ങേറ്റം കുറിച്ച 21 കുട്ടികളും പാണ്ഡവർകാവ് ജയദുർഗ വാദ്യകലാക്ഷേത്രം അനുമോദന പത്രം നൽകി. തുടർന്ന് കുട്ടികളുടെ പഞ്ചാരി മേളം നടന്നു.
21 കുട്ടികൾക്കൊപ്പം ഗുരുനാഥനും 50ഓളം കലാകാരന്മാരും ഇതിൽ പങ്കാളികളായി. CDNet ന്യൂസ്, കായംകുളം.